കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നുണകളുടെ യന്ത്രമെന്ന് വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഏതു ഭാഷയിലും വഞ്ചിക്കാൻ കഴിവുള്ള നുണകളുടെ യന്ത്രമെന്നാണ് രാഹുൽ ഗാന്ധിയെ അമിത്ഷാ വിശേഷിപ്പിച്ചത്. ഹരിയാനയിലെ ഒരു റാലിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. കോൺഗ്രസ് നേതാക്കളെല്ലാം അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസിന്റെ രാഹുൽ നുണപ്രചരണ യന്ത്രമാണ്. പെൻഷനോടുകൂടിയ ജോലി നൽകാൻ സർക്കാർ തയ്യാറാകാത്തതിനാലാണ് അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറയുന്നു. സൈന്യത്തെ യുവത്വത്തോടെ നിലനിർത്താനാണ് അഗ്നിവീർ പദ്ധതി നടപ്പാക്കിയത്. നിങ്ങളാരും അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി മക്കളെ സൈന്യത്തിലേക്ക് അയക്കാൻ മടിക്കരുത്. എല്ലാ അഗ്നിവീറുകൾക്കും പെൻഷനോടുകൂടിയ ജോലി ലഭിക്കും. 5 വർഷത്തിന് ശേഷം പെൻഷനോടുകൂടിയ ജോലിയില്ലാത്ത ഒരു അഗ്നിവീർ പോലും ഉണ്ടാകില്ല. അക്കാര്യത്തിൽ ആരും തന്നെ ഭയക്കേണ്ടതില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്നിവീർ പദ്ധതിയെ രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചിരുന്നു. അഗ്നിവീർ എന്നത് ഉപയോഗശേഷം വലിച്ചെറിയുന്ന തൊഴിലാളിയാണെന്നും കുഴിബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായ അഗ്നിവീറിനെ കേന്ദ്ര സർക്കാർ രക്തസാക്ഷിയെന്ന് വിളിച്ചില്ലെന്നും രാഹുൽ അടുത്തിടെ പറഞ്ഞിരുന്നു. അതേസമയം ഇതിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. രാഹുലിന്റേത് തെറ്റായ പ്രസ്താവനയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് വേദികളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കുന്ന പുതിയ പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. ഹദിൻ മുതൽ തൻസേസർ വരെയും തൻസേസർ മുതൽ പാൽവാൽ വരെയും കോൺഗ്രസ് വേദികളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്. കൂടാതെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതെന്നും ഈ വിഷയത്തിൽ രാഹുൽ എന്തിനാണ് മൗനം പാലിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി ചോദിച്ചു. ഇതിനു പുറമെ പ്രീണനത്തിലൂടെ കോൺഗ്രസ് അന്ധരായിരിക്കുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.